Hello everyone, welcome to A for Education again and to our A for Psychology Net classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. തിയറീസ് ഓഫ് ഇൻ്റലിജൻസിൽ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 5-6 തിയറീസ് മേജറായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ സ്പിയർമാൻ്റെ തിയറി, കാറ്റലിൻ്റെ തിയറി, JP ദാസിൻ്റെ പാസ് തിയറി, പിന്നെ സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറി, അല്ലേ, ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, പിന്നെ പ്രൈമറി മെൻ്റൽ അബിലിറ്റീസ് തിയറി, ജെൻസന്റെ തിയറി, അതിൻ്റെ ഏണായി. അപ്പോൾ അതുപോലെയുള്ള കുറേ തിയറീസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, തിയറീസ് ഓഫ് ഇൻ്റലിജൻസിൽ പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് എടുക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവൈൽ ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്, അതായത് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് പാർട്ട് 1. സോ ഇങ്ങനെ കുറച്ചധികം പാർട്സ് ഉണ്ടാവും, അതിലൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ആയിട്ടുള്ള തിയറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തിയറീസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. ആ 2 തിയറീസ്, ഒന്നാമത്തത് എന്താണ്, സ്പിയർമാൻസ് തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. ചാൾസ് സ്പിയർമാൻ 1904 കൊണ്ടുവന്നിട്ടുള്ള ഇൻ്റലിജൻസിൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് തിയറിയാണ് എന്ത്, സ്പിയർമാൻസ് തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്പിയർമാൻ്റെ തിയറി വന്നിട്ടുള്ള ഒരു പ്രോസസ്സിൽ പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഫാക്ടർ അനാലിസിസ് എന്നുള്ളത്. അത് നമ്മൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നോക്കും, പലതവണ അതിനെക്കുറിച്ച് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നെറ്റിന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പിയർമാൻസ് തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ പലതവണ PGയിലും ഡിഗ്രിയിലും ഒക്കെ പഠിച്ചിട്ടുള്ളൊരു തിയറി തന്നെയാണ് സ്പിയർമാൻ്റെ തിയറിയും, അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന തിയറിയും ഒക്കെ. സോ ഈ സ്പിയർമാൻ്റെ തിയറിയെയും അടുത്ത നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന 2 തിയറീസിനെയും ഫാക്ടർ തിയറീസ് ഓഫ് ഇൻ്റലിജൻസിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. ഇൻ്റലിജൻസിൻ്റെ തിയറീസ് നമ്മൾ പിന്നെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഫാക്ടർ തിയറീസ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറീസ് എന്നൊക്കെ അങ്ങനെ പല രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഫാക്ടർ തിയറീസിലാണ് എന്ത്, സ്പിയർമാൻ്റെ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്ന് നമുക്ക് പറയാം. സോ ഇതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. സ്പിയർമാൻ്റെ തിയറിയിൽ പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സ് ആണുള്ളത്. അതിൽ ഒന്ന് ദ ജനറൽ ഫാക്ടറാണ്, രണ്ടാമത്തത് സ്പെസിഫിക് ഫാക്ടറാണ്. ജനറൽ ഫാക്ടറിനെ നമ്മൾ G ഫാക്ടർ എന്നും അതുപോലെ തന്നെ സ്പെസിഫിക് ഫാക്ടറിനെ നമ്മൾ S ഫാക്ടർ എന്നും വിളിക്കും. ഓക്കെ, G ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഫാക്ടറാണ്, S ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഫാക്ടറാണ്. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ജനറൽ ഫാക്ടർ, എന്താണ് സ്പെസിഫിക് S ഫാക്ടർ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. സോ ഫസ്റ്റ് വൺ, ജനറൽ ഫാക്ടർ അഥവാ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, G ഫാക്ടർ എന്ന് പറയുന്നത്, നമുക്ക് പല ടൈപ്പ് ഓഫ് എന്താണ് തോട്ട്സ് ഉണ്ട്, നമ്മൾ പല രീതിയിലുള്ള ചിന്തകളുണ്ട്. ആക്ച്വലി ഒരാൾക്ക് ഒരു ദിവസം എത്ര തോട്ട്സ് ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, പല അപ്രോക്സിമേഷൻസ് വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള സ്റ്റഡിയിൽ പറയുന്നത് ഏകദേശം മിനിമം ഒരു 6000 മുതൽ 10,000 വരെ 7,000 വരെ ഒക്കെ എന്താണ് തോട്ട്സ് ഒരാൾക്ക് ഒരു ദിവസം ഉണ്ട് എന്നാണ് പറയുന്നത്. ചില സ്റ്റഡീസ് 60,000 മുതൽ 70,000 വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ബട്ട് ഞാൻ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് വായിച്ചൊന്ന് പറയുന്നതുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഒരു ദിവസം ഉണ്ടാവുന്ന തോട്ട്സിൽ 75% മേലെയും നെഗറ്റീവ് തോട്ട്സ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ദാറ്റ് കുഡ് ബി വൺ റീസൺ. ആൻഡ് ഓൾസോ നമ്മൾ ഒരു ദിവസം ചിന്തിക്കുന്നതിൽ 90% കണ്ടന്റും നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ ബാക്കിയാണെന്ന് കൂടെ ആ ഒരു റിസർച്ചിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തോട്ട്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് തോട്ട് ഒരു ദിവസം ഉണ്ട്, അല്ലേ? തിങ്കിങ് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. സോ തിങ്കിങ്ങിലൊരു സർട്ടൻ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് നമുക്ക് ആവശ്യമാണ്, ടു തിങ്ക് അബൌട്ട് സർട്ടൻ തിങ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓവറോൾ ജനറൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്, കുറച്ച് ഞാൻ പറയുന്നത് മാത്രം. നമുക്ക് കുറേ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് യു ആർ പെർസീവിങ് ദിസ് പിക്ചർ, യു ആർ പെർസീവിങ് ദിസ് സ്ലൈഡ് ഓൺ ഡിഫറെൻറ്റ് തിങ്സ്. ഓക്കെ, അപ്പം ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടർ അല്ല, അതായത് ഒരൊറ്റ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്കില്ലോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മളുടെ അബിലിറ്റിയോ അല്ല അതിൽ വരുന്നത്. പകരം ഓവറോൾ ജനറൽ മെൻ്റൽ അബിലിറ്റിയാണ്. ഓക്കെ, അതായത് ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺസ്
ഓവറോൾ മെന്റൽ അബിലിറ്റിയാണ്. അത് മാത്രമല്ല അയാളുടെ കാര്യങ്ങളെ പഠിച്ചെടുക്കാനുള്ള എക്സ്പീരിയൻസുകളിലൂടെയൊക്കെ ലേൺ ചെയ്തെടുക്കാനുള്ള കഴിവും അയാളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനെ സോൾവ് ചെയ്യാനും ഒക്കെയുള്ള അയാളുടെ എന്താണ് ഒരു അബിലിറ്റിയും ഒക്കെ ഈ ജനറൽ ഫാക്ടർ എന്ന് പറയുന്ന അംബ്രല്ല ടേമിന്റെ അണ്ടറിലാണ് വരുന്നത്. ജനറൽ ഫാക്ടറിനെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ പല ടൈപ്പ് ഓഫ് മെഷീൻസ് കണ്ടിട്ടുണ്ട് അല്ലേ? കമ്പ്യൂട്ടർ എന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടാകും. ആ ലാപ്ടോപ്പ് എന്താണ് ചെയ്യുന്നത്? ലാപ്ടോപ്പ് ഈസ് എ കൈൻഡ് ഓഫ് എ മെഷീൻ അല്ലേ? ആ മെഷീൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോണിറ്ററിങ് ആസ്പെക്ട്, അതിൻ്റെ ഒക്കെ മെയിൻ സംഭവമാണ് ആ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് എന്നുള്ളത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മെന്റൽ എഞ്ചിനാണ് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ജനറൽ ഫാക്ടർ, ജി ഫാക്ടർ ഇന്റലിജൻസ് എന്നുള്ളത്. ഈ മെന്റൽ എഞ്ചിൻ ആയിട്ടുള്ള ജനറൽ ഫാക്ടർ ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ഓൾ യുവർ കോഗ്നിറ്റീവ് അബിലിറ്റീസ്. നമ്മളെ എല്ലാ കോഗ്നിറ്റീവ് അബിലിറ്റീസിനെയും ഡ്രൈവ് ചെയ്യുന്ന ഒരു മെന്റൽ എഞ്ചിനാണ് എന്ത് ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ജനറൽ ഫാക്ടർ എന്നുള്ള ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സിമ്പിൾ, അതായത് എ പേഴ്സൺസ് ഓവറോൾ മെന്റൽ അബിലിറ്റി and their capacity to learn and solve problems across different domains. അത് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പല രീതിയിലുള്ള സാഹചര്യങ്ങളിൽ ഡീൽ ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള പേഴ്സണൽ ഇൻവോൾവ്മെന്റ്സ് നടത്തുന്നുണ്ട്. അക്കാദമിക് ആവാം, ഫാമിലി ആവാം, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാവാം. അപ്പോൾ പല ഡിഫറെൻറ്റ് ഡൊമൈൻസിൽ നമ്മളുടെ ഇൻട്രാക്ഷൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മളുടെ സൊല്യൂഷൻസ്, പ്രോബ്ലം സോൾവിങ്ങിലും ലേണിങ്ങിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ കപ്പാസിറ്റിയും നമ്മളുടെ ഓവറോൾ മെന്റൽ അബിലിറ്റി, കോഗ്നിറ്റീവ് അബിലിറ്റിയും ഒക്കെയാണ് എന്ത് ജനറൽ ഫാക്ടർ ഇന്റലിജൻസ് അഥവാ ജി ഫാക്ടർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ജി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ഇന്റലിജൻസിന്റെ സ്കോർസിലും അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റിലുള്ള സ്കോറുകളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടെയാണെന്നുള്ളതാണ്. ഓക്കെ, അതായത് എത്രത്തോളം ജനറൽ ഫാക്ടർ ഇന്റലിജൻസ് നിങ്ങൾ പൊസസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ഇന്റലിജൻസ് സ്കോറുകൾ കൂടാനാണ് സാധ്യത. IQ ലെവൽസ്, IQയിൽ ഉണ്ടാകുന്ന ആ ഒരു സ്കോർ ഉണ്ടല്ലോ, 110, 119 എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 85, 90 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കോർ ഉണ്ടല്ലോ, IQ സ്കോർസ്. അതിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ജനറൽ ഫാക്ടറിന് ഈസി ആയിട്ട് പറ്റും, ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, that is all about general factor intelligence. ഇനി സ്പെസിഫിക് ഫാക്ടർ ഇന്റലിജൻസിനെ കുറിച്ച് പറയാം. ദാറ്റ് ഇസ് ദ എസ് ഫാക്ടർ. ഓക്കെ, ദ എസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ജനറൽ ഇന്റലിജൻസ് ആണ്. ജനറൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് എ വൈഡ് വെറൈറ്റി ഓഫ് തിങ്സ് അല്ലേ? ജനറൽ എന്നുള്ള ടേം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതിനാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു ടേം മീനിങ്, ആ ഒരു ലിറ്ററൽ മീനിങ് നോക്കിയാൽ തന്നെ ഒരു പരിധി വരെ കിട്ടും. ജനറൽ എന്ന് പറഞ്ഞാൽ ഓവറോൾ. ഓക്കെ, സോ അപ്ലിക്കബിൾ ടു ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ്. പക്ഷെ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിൻ്റെ ക്വൈറ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് പറയാം. സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മൾക്ക് ഓരോ ആളുകൾക്കുമുള്ള, ഓരോ ഇൻഡിവിജ്വൽസിനുമുള്ള യുണീക്ക് ആയിട്ടുള്ള സ്കില്ലുകൾ, അതുപോലെ തന്നെ ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ അവർക്ക് ആർജിച്ചെടുത്തിരിക്കുന്ന, അവർ പ്രോസസ്സ് ചെയ്യുന്ന, അവർക്ക് ഇപ്പോൾ ഉള്ള നോളജ്, അതുപോലെ തന്നെ അവരുടെ വെർബൽ ഫ്ലുവൻസി, എത്രത്തോളം ഫ്ലുവൻ്റ് ആയിട്ട് പിന്നെ വേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഒക്കെയാണ്, ഗ്രാമറിക്കൽ യൂസേജ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ സ്പേഷ്യൽ റീസണിങ്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അബിലിറ്റീസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫിക് ഫാക്ടർ ഇന്റലിജൻസിൽ വരുന്നുണ്ട്. എസ് ഫാക്ടർ ഇന്റലിജൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ജനറൽ ഫാക്ടർ ഓവറോൾ മെന്റൽ അബിലിറ്റിയെ നോക്കുമ്പോൾ എസ് ഫാക്ടർ എന്ന് പറയുന്ന സ്പെസിഫിക് ഫാക്ടർ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഓരോരുത്തരുടെയും എന്താണ് വളരെ യുണീക്ക് ആയിട്ടുള്ള സ്കില്ലുകളെ, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളിലുമുള്ള സ്കില്ലിൻ്റെ ഇൻറ്റൻസിറ്റിയെ അല്ലെങ്കിൽ അതിൻ്റെ ലെവലിനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നോക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ജി ഫാക്ടർ എന്ത് ചെയ്യുന്നു? ഓവറോൾ ആയിട്ടുള്ള മെന്റൽ അബിലിറ്റി ആയിട്ട് ഒരു ഫൗണ്ടേഷൻ നൽകുകയും ആ ഒരു എസ് ഫാക്ടർ ആ ഒരു ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൊമൈൻസിൽ നമ്മളുടെ കപ്പാസിറ്റീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് അതിനൊരു എക്സാമ്പിൾ നമുക്കൊരു അക്കാദമിക് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഓവറോൾ ഗ്രേഡ് CGPA ആണെങ്കിൽ അത് അവരുടെ ജനറൽ ഇൻ്റലിജൻസിൻ്റെ ആ ജി ഫാക്ടറിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. അതേസമയം ആ കുട്ടിയുടെ മാത്തമാറ്റിക്സിലുള്ള
മാർക്ക്, ഫിസിക്സിലുള്ള മാർക്ക്, ബയോളജിയിലുള്ള മാർക്ക്, ഇതൊക്കെ എന്തായിരിക്കും ആ കുട്ടിയുടെ ഓവറോൾ മെന്റൽ എബിലിറ്റി അല്ല, അയാളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ആയിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് ആ ഒരു സ്പെസിഫിക് അബിലിറ്റീസ് ആയിരിക്കും അതിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. സോ ഇവിടെ ഒരു അക്കാദമിക് പെർഫോമൻസ് നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഓവറോൾ ഗ്രേഡും സംഭവങ്ങളും ജനറൽ ആണെങ്കിൽ ആ കുട്ടിയുടെ ഓരോ വിഷയങ്ങളിലുള്ള അബിലിറ്റീസ്, യുണീക്ക് അബിലിറ്റീസ് ആണ് ആ ഒരു വിഷയങ്ങളുടെ മാർക്കിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് സ്പെസിഫിക് ഇന്റലിജൻസ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ അടുത്തതാണ് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. സ്പിയർമാൻ അദ്ദേഹത്തിന്റെ തിയറിയിൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് പലതവണ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇയർ എന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല, പലയിടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനാകെ ഒരു ആൻസറേ ഉള്ളൂ, അതാണ് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ടർ അനാലിസിസ് ആണ് സ്പിയർമാൻ അദ്ദേഹത്തിന്റെ തിയറിയിൽ ചെയ്തിട്ടുള്ളത്, പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫാക്ടർ അനാലിസിസിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ജനറൽ ഫാക്ടറും എസ് ഫാക്ടറും. സോ ദാറ്റ് ഇറ്റ്സ് സംതിങ് ദാറ്റ് യു നീഡ് ടു റിമെമ്പർ ഡെഫിനറ്റ്ലി, ആൻഡ് യു നീഡ് ടു maybe read a little bit more about. Okay, so ഇനി ഇതിന്റെ സ്ട്രെങ്തസും ക്രിറ്റിസിസംസും പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ സ്പിയർമാന്റെ തിയറി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഫസ്റ്റ് തിയറീസ് ഓഫ് ഇന്റലിജൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പിന്നീട് വന്ന തിയറീസിന്റെ ബേസിക് ഫൗണ്ടേഷൻ ആയിരുന്നു ഈ സ്പിയർമാന്റെ തിയറി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി വൺ സ്ട്രെങ്ത് ഓഫ് ദ തിയറി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ക്രിറ്റിസിസംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ വളരെ ഓവർ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് സ്പിയർമാൻ ചെയ്തിട്ടുള്ളത്, ഇന്റലിജൻസിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ജനറൽ ഫാക്ടർ എന്നുള്ള ഒറ്റ സംഭവത്തിലൊന്നും നമുക്ക് ഓവറോൾ ആയിട്ട് അബിലിറ്റീസിനെ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കൾച്ചർ നമ്മൾ ഇന്റലിജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നേച്ചർ വേഴ്സസ് നെർച്ചർ എന്നുള്ള മറ്റൊരു ഡിബേറ്റ് ആണ്. അപ്പോൾ കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്റലിജൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഇന്റലിജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെ കുറിച്ചൊന്നും ഒരക്ഷരം പോലും അദ്ദേഹത്തിന്റെ തിയറിയിൽ ആരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ സ്പിയർമാൻ. സോ അതൊരു മറ്റൊരു ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ critics argue that it oversimplifies the complex nature of intelligence and neglects the cultural and contextual aspects. Okay, അടുത്തതിലേക്ക് പോവാം. കൺക്ലൂഷൻ ഇനി പ്രത്യേകിച്ച് പറയാനില്ല, കൺക്ലൂഷൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് തിയറീസ് ആൻഡ് ഇറ്റ് മെയ്ഡ് എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ കോഗ്നിറ്റീവ് അബിലിറ്റീസ് എന്നുള്ളതാണ്. ഒരുപാട് റിസർച്ചിന് റീസൺ ആയിട്ട് മാറി എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി കാറ്റലിന്റെ തിയറിയാണ്, കാറ്റൽസ് തിയറി ഓഫ് ഇന്റലിജൻസ്. റെയ്മണ്ട് കാറ്റലും ജെയിംസ് മക്കിൻ കാറ്റലും ഉണ്ട് നെറ്റിന്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്. ഇത് റെയ്മണ്ട് കാറ്റലിന്റെ കാര്യമാണ് പറയുന്നത്. റെയ്മണ്ട് കാറ്റലിന്റെ തിയറിയാണ്, തിയറി ഓഫ് ഇന്റലിജൻസ് ആണ് കാറ്റൽസ് തിയറി ഓഫ് ഇന്റലിജൻസ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ രണ്ട് ഫാക്ടർ തന്നെയാണ് ഇതിലുള്ളത്, ഫ്ലൂയിഡ് ഇന്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും. ഓക്കെ, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആയിട്ടാണ് കാറ്റലും എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്റലിജൻസിൽ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്, എന്താണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നുള്ളത് നോക്കാം. ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഇന്റലക്ച്വൽ അബിലിറ്റീസ് ആണ്. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ ഫ്ലൂയിഡ് ഇന്റലിജൻസിനെ നമ്മൾ GF എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. GF എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അബിലിറ്റി ടു തിങ്ക് ലോജിക്കലി ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ലോജിക്കലായിട്ട് ചിന്തിക്കാനും പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള നമ്മളുടെ അബിലിറ്റിയാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇൻ നോവൽ സിറ്റുവേഷൻസ്, പുതിയ നമുക്ക് യാതൊരുവിധ പരിചയമില്ലാത്ത, ഫെമിലിയർ അല്ലാത്ത നോവൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പുതിയ പ്രോബ്ലംസിനെ, പുതിയ ഇഷ്യൂസിനെ ഒക്കെ മാനേജ് ചെയ്യാനും സോൾവ് ചെയ്യാനും ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ ലോജിക്കലി ആയിട്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കാനും ഒക്കെയുള്ള നമ്മളുടെ അബിലിറ്റിയാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസിൽ വരുന്നത്, റിഗാർഡ്ലെസ് ഓഫ് ഓർ ഇൻഡിപെൻഡന്റ് ഓഫ് അക്വയർഡ് നോളജ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി നമ്മളെ എക്സ്പീരിയൻസിലൂടെ മറ്റൊക്കെ അക്വയർ ചെയ്തിട്ടുള്ള നോളജിന്റെ യാതൊരുവിധ ആവശ്യമില്ലാതെ, അതിനൊന്നും ഡിപ്പെൻഡന്റ് ആവാതെ സ്വന്തമായിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാനും പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനൊക്കെയുള്ള നമ്മുടെ അബിലിറ്റിയാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ ജെനറ്റിക്സ്. ഓക്കെ, ഇനി ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ലേബൽ ചെയ്യുക GC എന്നാണ്. ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് അക്വയർഡ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. നമ്മളെ അനുഭവങ്ങളിലൂടെ, ഇത് ജെനറ്റിക്സ് അല്ല കേട്ടോ. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ജെനറ്റിക്സ്. ഇറ്റ് ഈസ് ബേസിക്കലി നമ്മളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ നെർച്ചർ ചെയ്തിട്ടുള്ള നമ്മളുടെ അബിലിറ്റീസ് ആണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസിലൂടെ ആവാം, നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നമ്മൾ ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെ അക്വയർ ചെയ്ത കാര്യങ്ങളാവാം, നോളജ് ആവാം. സോ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള സ്കില്ലുകളും നോളജും, എഡ്യൂക്കേഷനിലൂടെ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള സ്കില്ലുകളും നോളജും ഒക്കെ വരുന്നത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിലാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി.
ഒന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള നമ്മൾ ജനിക്കുമ്പോഴുള്ള ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഫ്ലൂയിഡിലെങ്കിൽ ക്രിസ്റ്റലൈസിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്, ലേൺ ചെയ്തെടുക്കുന്ന സ്കിൽസും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് ആദ്യത്തെ ഇയേഴ്സ്, അതായത് നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് ഇയേഴ്സിലൊക്കെ ഭയങ്കര പീക്കായിരിക്കും. ഓക്കെ, അതായത് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ കുറച്ച് വർഷങ്ങളാണെന്നാണ്. ഓക്കെ, ഒരു 30 വയസ്സ് 40 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസിന്റെ ഗ്രാഫ് മെല്ലെ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അത് മെല്ലെ കുറയാൻ തുടങ്ങും ഫ്ലൂയിഡ് ഇന്റലിജൻസ് അബിലിറ്റി എന്നുള്ളത്. ബട്ട് ഈ ക്രിസ്റ്റലൈസ് ഇന്റലിജൻസിനുണ്ടല്ലോ ഒരു കാര്യമുണ്ട്, അത് ചിലപ്പം നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ കുട്ടിക്കാലത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം ചൈൽഡ്ഹുഡിലൊക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഇതിന്റെ ഗ്രാഫ് എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ക്രിസ്റ്റലൈസ് ഇന്റലിജൻസിന് നമ്മൾ മരിക്കുന്നവരെ ഒരു ഡിക്ലൈനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അങ്ങനെ സാധ്യത വരാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെമ്മറി ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുള്ളൂ. അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തും സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ, അതായത് നോർമൽ ഹെൽത്തി ബോഡി ആണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്റ്റലൈസ് ഇന്റലിജൻസിൽ അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ് ഇന്റലിജൻസിന്റെ ഗ്രാഫിൽ യാതൊരുവിധ വേരിയേഷൻ ഉണ്ടാവില്ല. ഇതിങ്ങനെ എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ദർ വോണ്ട് ബി എ ഡൗൺ ഫേസ്. ഓക്കെ, ക്രിസ്റ്റലൈസ് ഇന്റലിജൻസ് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. ഫ്ലൂയിഡ് ഇന്റലിജൻസിനെ പോലെ ഒരു വയസ്സ് കാരണം കുറയുന്ന ഒരു ഇന്റലിജൻസ് അല്ല എന്ത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നുള്ളതാണ്. സോ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഇസ് സംതിങ് ദാറ്റ് വി ലേൺ അല്ലെങ്കിൽ വി അക്വയർ ത്രൂ ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ അനുഭവങ്ങളാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു മോഡലായിട്ടാണെങ്കിൽ ഹൈറാർക്കിക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാറ്റലിൽ 2 ടൈപ്പ് ഓഫ് ഇന്റലിജൻസിനെയും പ്രസന്റ് ചെയ്തിട്ടുള്ളതെന്നൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. സോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ 2 GFും GCയും, GC എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, GF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഓവറോൾ കോഗ്നിറ്റീവ് അബിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും 2 രീതിയിലാണ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതും ഇത് 2 രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതും എന്ന് മാത്രം. ഓക്കെ, ഒരു 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. What are the types of intelligence proposed by Raymond Cattell in his theory? Very easy question, right? Analytical and creative, fluid and crystallized, verbal and non-verbal, emotional and social. Okay. So answer is fluid and crystallized. അല്ലേ? അതായത് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് റേമണ്ട് കാറ്റൽ അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. Okay, according to Charles Spearman's 2-factor theory, what does the general factor represent? ചാൾസ് പിയർമാന്റെ തിയറിയിൽ ജനറൽ ഫാക്ടർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് ആണോ, അതായത് നമ്മളുടെ ഓരോ ഡൊമൈൻസിലുള്ള സ്കിൽസ് ആണോ ജനറൽ ഫാക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവറോൾ കോഗ്നിറ്റീവ് അബിലിറ്റി ഇൻഫ്ലുവൻസിങ് ഓൾ ടാസ്കസ് ആണോ, ഇമോഷണൽ ഇന്റലിജൻസ് ആണോ, മെമ്മറി കപ്പാസിറ്റി ആണോ എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും, ബിക്കോസ് നിങ്ങൾ ഇപ്പം ആ ഒരു തിയറിന്റെ ക്ലാസ് കേട്ടിട്ടേ ഉള്ളൂ. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഓവറോൾ കോഗ്നിറ്റീവ് അബിലിറ്റി ഇൻഫ്ലുവൻസിങ് ഓൾ ടാസ്കസ് ആണ് എന്ത് ജനറൽ ഫാക്ടർ ഇന്റലിജൻസിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു അപ്ലിക്കേഷൻ ലെവൽ ചോദിക്കുകയാണെങ്കിൽ, വിച്ച് സിനാരിയോ ബെസ്റ്റ് എക്സംപ്ലിഫൈസ് സ്പിയർമാൻസ് കൺസെപ്റ്റ് ഓഫ് ജി ഫാക്ടർ? ജി ഫാക്ടറിനെ ബെസ്റ്റ് ആയിട്ട് എക്സംപ്ലിഫൈ ചെയ്യുന്ന ഒരു സിനാരിയോ ഏതാണ്? An individual excels in mathematics but struggles in artistic pursuits. ഒരാൾക്ക് മാത്തമാറ്റിക്സിൽ നല്ല സ്കിൽസ് ഉണ്ട്, പക്ഷെ ആർട്ടിൽ ഭയങ്കര ലോ ആയിട്ടുള്ള സ്കിൽസേ ഉള്ളൂ, അതൊക്കെ ആർട്ടിൽ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. എ പേഴ്സൺ കൺസിസ്റ്റന്റ്ലി പെർഫോം വെൽ അക്രോസ് വേരിയസ് കോഗ്നിറ്റീവ് ടാസ്കസ്. കുറേ കോഗ്നിറ്റീവ് ടാസ്കുകളിൽ ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഒരു അവസ്ഥ. എ സ്റ്റുഡന്റ് പെർഫോംസ് എക്സെപ്ഷനലി വെൽ ഇൻ വെർബൽ ടാസ്കസ് ബട്ട് പുവർലി ഇൻ സ്പേഷ്യൽ ടാസ്കസ്. സ്പേഷ്യൽ ആയുള്ള ടാസ്കുകളിൽ ഒരു സ്റ്റുഡൻറ്റ് പുവർ ആയിട്ട് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ, പക്ഷെ വെർബൽ ടാസ്കുകളിൽ നല്ലോണം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എൻ ഇൻഡിവിജ്വൽ ഡെമോൺസ്ട്രേറ്റ് എക്സ്പെർട്ടൈസ് ഇൻ സ്പെസിഫിക് ഡൊമൈൻ ബട്ട് ലാക്സ് ജനറൽ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ജനറൽ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഇല്ല, പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡൊമൈൻസിലൊക്കെ ഭയങ്കര എക്സലാണ്. അപ്പോൾ ഈ 4 സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ ജി ഫാക്ടറിനെ എക്സംപ്ലിഫൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെ എക്സംപ്ലിഫൈ ചെയ്യുന്ന ഒരു സിനാരിയോ ഏതാണ്? ഡെഫിനറ്റ്ലി ആൻസർ ബി ആണ് വരിക. ഒരാൾ എല്ലാ കോഗ്നിറ്റീവ് ഡൊമൈൻസിലും പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ജനറൽ ഇന്റലിജൻസ്, റൈറ്റ്? അതായത് സ്പിയർമാന്റെ ജി ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ഇന്റലിജൻസ് ഓവറോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ടാസ്കുകളിൽ ഒരാളുടെ പെർഫോമൻസിന്റെ ഓവറോൾ അബിലിറ്റി ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. When assessing a candidate for a job that involves adapting to new challenges and applying prior knowledge, how might both fluid and crystal intelligence as per Cattell's theory be considered?
ഓക്കെ, ഒരു കാൻഡിഡേറ്റിന് ഒരു ജോബിൽ ഒരു നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് അതിൽ പുതിയ ചാലഞ്ചുകളും പ്രയർ നോളജും അപ്ലൈ ചെയ്യുന്നതൊക്കെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിനെയും ഫ്ലൂയിഡ് ഇന്റലിജൻസിനെയും യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, എംഫസൈസിങ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഓൺലി, ഫ്ലൂയിഡ് ഇന്റലിജൻസിനെ മാത്രം എംഫസൈസ് ചെയ്യുക. എംഫസൈസിങ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഓൺലി, ബാലൻസിങ് ബോത്ത് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, ഇഗ്നോറിംഗ് ഇന്റലിജൻസ് തിയറീസ് ഇൻ ഹയറിംഗ് പ്രോസസ്. ഏത് രീതിയിലാണ് നമുക്ക് രണ്ടും ഹൗ മൈറ്റ് ബോത്ത് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക ഒരു അസസ്മെന്റ് ഓഫ് കാൻഡിഡേറ്റ്, പുതിയ ജോലിക്ക് ഒരാളെ എടുക്കുന്ന സമയത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ആൻസർ സി ആയിരിക്കും. നമുക്ക് ഫ്ലൂയിഡ് ഇന്റലിജൻസിനെയും അതുപോലെ തന്നെ ഈ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിനെയും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു ജോബ് ഇന്റർവ്യൂ ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലേ. അതായത് ഒരു വ്യക്തിയുടെ എല്ലാ അബിലിറ്റീസിനെ കുറിച്ചും ജനറ്റിക്കലായിട്ട് കിട്ടിയതിനെ കുറിച്ചും സ്പെസിഫിക്കായി ലേൺ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ്. സോ എ ബാലൻസ്ഡ് കൺസിഡറേഷൻ ഓഫ് ബോത്ത് ഫ്ലൂയിഡ് ആൻഡ് crystallized intelligence is necessary for cognitive assessments of people. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് പാർട്ട് ഓഫ് ഇന്റലിജൻസ് തിയറി നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡെഫിനറ്റ്ലി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും ഗുഡ് ബൈ.